നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം. രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സെയ്ഫിനെ ആക്രമിച്ചത്. നടൻ ബഹളമുണ്ടാക്കിയപ്പോൾ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മാൾഡ അതിർത്തിയിലൂടെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയതെന്നും മൊഴി. ഇവരുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ബംഗ്ലാദേശി സ്വദേശിയാണ് ഈ പ്രതിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഈ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? കെ.പി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെയ്ഫ് അലി ഖാന് നേരെ ഈ പ്രതി ആക്രമണം നടത്തിയത് അത് തനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് താൻ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീട്ടിൽ കയറിയത്. മോഷണ ശ്രമത്തിനിടയിൽ നടൻ തൻ്റെ മുന്നിലേക്ക് വരുന്നു. പിന്നീട് നടൻ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് തനിക്ക് രക്ഷപ്പെടണമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു നടനെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നാണ് ഈ ഒരു പ്രതി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി അന്വേഷണ സംഘം പൂർണ്ണ തൃപ്തരല്ല എന്നാണ് അറിയാൻ സാധിക്കുക. കാരണം വിശദമായി വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസം എടുത്ത് പ്ലാൻ ചെയ്തൊരു മോഷണ ശ്രമമോ അല്ലെങ്കിൽ ഒരു ആക്രമണമോ അല്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്രത്തോളം പഴുതടച്ച സുരക്ഷയുള്ള ഒരു സ്ഥലത്ത്, എത്രത്തോളം CCTV ക്യാമറ അടക്കം ഉള്ള ഒരു സ്ഥലത്ത് സാധാരണ ഒരാൾക്ക് വളരെ വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ഒരു സെയ്ഫ് അലി ഖാൻ്റെ ഈ ഒരു ബാന്ദ്രയിലെ വസതി എന്ന് പറയുന്നത്. അത്രത്തോളം സുരക്ഷയുള്ള സ്ഥലത്ത് കയറുക, അത് വെറുതെ മോഷണത്തിന് വേണ്ടി താൻ കയറിയതാണ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് അത്രത്തോളം കൺവിൻസ്ഡ് അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവാൻ സാധിക്കുക. എന്തായാലും പ്രാഥമികമായി പ്രതി കുറ്റം എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് സെയ്ഫ് അലി ഖാനെ കുത്തിയത് എന്ന് പ്രതി എന്തായാലും ഈ ഒരു പ്രതി അതായത് ഈ ഒരു ഷെരീഫുൽ ഇസ്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താൻ തന്നെയാണ് എന്തായാലും കുത്തിയത് എന്നുള്ളതാണ്. ഈ ഒരു പ്രതിയെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. താനെ ബാന്ദ്രയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെയ്ഫ് അലി ഖാൻ്റെ ആ ഒരു വസതിയിൽ എത്തിച്ച് അവിടെയും വിശദമായ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ബംഗ്ലാദേശ് സ്വദേശിയാണ് ഇയാൾക്ക് ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളോ ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ രേഖകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ മുംബൈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്നും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇയാളും എത്തിയതാകാം. ഒപ്പം ഇയാൾ അതിർത്തി വഴി കയറിയതാണ് എന്നും കൃത്യമായി പറയുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഇയാൾ എന്തായാലും ബംഗ്ലാദേശ് സ്വദേശിയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാൾക്ക് മറ്റ് എന്തെങ്കിലും ഈ ഒരു ഭീകര പശ്ചാത്തലം അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇയാൾ 3-4 പേരുകളിലാണ് പലപ്പോഴായും രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്തത് അടക്കം. അപ്പോൾ അത്തരത്തിൽ ഇയാൾ പേര് മാറ്റാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഇയാളെ ഇന്നലെ പിടികൂടിയപ്പോൾ ഇയാൾ ഉണ്ടായിരുന്ന മെട്രോ തൊഴിലാളികളുടെ ആ ഒരു ലേബർ ക്യാമ്പിലാണ്. എങ്ങനെ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പം എങ്ങനെ ഇയാൾ കയറിക്കൂടി എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അപ്പം അന്വേഷണം ഇയാളിൽ ഒതുക്കാതെ ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഇയാളുടെ കൂട്ടാളികളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് അനധികൃതമായി കടന്നുകൂടിയിട്ടുള്ള ബംഗ്ലാദേശ് സ്വദേശികളെ നിരീക്ഷിക്കാനും എന്തായാലും പോലീസും അല്ലെങ്കിൽ സേനകളടക്കം വിശദമായ പദ്ധതി എന്തായാലും രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് സ്വദേശികൾ ഇയാൾ മാത്രമാണ് ഉള്ളത്, ഇയാൾക്ക് മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടോ, അതോടൊപ്പം തന്നെ മുൻപ് നടന്ന എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇയാൾ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും മുംബൈ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കെ.പി.